ചെങ്കടലിൽ തങ്ങൾ ആക്രമിച്ച കപ്പൽ മുങ്ങിയതായി ഹൂതി ഭീകരർ. ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന കപ്പലിന് നേരെ ഹൂതി ഭീകരർ ആക്രമണം നടത്തിയിരുന്നു. ഞായറാഴ്ചയാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് വിവരങ്ങൾ? അനക, ഇന്നാണ് ഇത് സംബന്ധിച്ച ഒരു അന്തിമ വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഹൂതി ഭീകരർ ഞായറാഴ്ച രാത്രിയോടെ അതിശക്തമായ ഒരു ആക്രമണം നടത്തുകയായിരുന്നു ഈ വാണിജ്യ കപ്പലിന് നേരെ. ഈ കപ്പൽ ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ, അതായത് യമന്റെ ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയിലെ പ്രധാന തുറമുഖമായ ഹുദൈദയിൽ നിന്നും ഏതാണ്ട് 51 നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 ഡ്രോൺ ബോട്ടുകളാണ് ആക്രമിച്ചത്. ഡ്രോൺ ബോട്ടുകളുടെ ആക്രമണത്തെ തുടർന്ന് കപ്പലിന് കാര്യമായ കേടുപാടുകൾ പറ്റുകയും കപ്പലിലുണ്ടായിരുന്ന 22ഓളം ജീവനക്കാർ സ്വയം കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഹൂതി ഭീകരർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ചെങ്കടലിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശക്തമായ ഒരു ആക്രമണം തന്നെ നടക്കുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ഇസ്രായേൽ അതിശക്തമായ ഒരു ആക്രമണം ഹൂതി ഭീകര കേന്ദ്രങ്ങളിലേക്ക് നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആ സംഘർഷം വീണ്ടും ഉയർന്നു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം നടന്നത്. അല്ലെങ്കിൽ സംഘർഷം വീണ്ടും ശക്തമാകാനുള്ള ഒരു സാധ്യത തുറന്നാണ് ഈ ആക്രമണം നടന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ കപ്പൽ ആക്രമിച്ചതിന് ശേഷം ഈ ബോട്ടുകൾ ഉപയോഗിച്ച്, അതായത് ഡ്രോൺ ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പൽ ആക്രമിച്ചതിന് ശേഷം ഈ കപ്പലിൽ ഇവര് ജീവനക്കാർ ഉപേക്ഷിച്ചു പോവുകയും ആ ഉപേക്ഷിച്ചു പോയ കപ്പലിൽ ഗുരുതരമായ കേടുപാടുകൾ, അതിന്റെ കവചങ്ങൾക്ക്, അതിന്റെ ഹള്ളുകളിൽ കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും വെള്ളം കയറിയതിനെ തുടർന്ന് വലിയൊരളവോളം അത് മുങ്ങുകയും ചെയ്തു ചെങ്കടലിൽ തന്നെ എന്നാണ് ഇപ്പോൾ ഹൂതി ഭീകരർ അറിയിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ വിവരം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഷിപ്പിംഗ് കമ്പനിയുടെ ഭാഗത്തു നിന്നോ, ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ഈ ഷിപ്പിന്റെ ഭാഗത്തു നിന്നോ അതിന്റെ കമ്പനിയുടെ ഭാഗത്തു നിന്നോ വിവരങ്ങളൊന്നും പുറത്തു വരികയും ചെയ്തിട്ടില്ല. മാജിക് സീസ് എന്ന് പറയുന്ന ഈ കപ്പൽ വലിയൊരു ടാങ്കർ കപ്പലാണ് മുങ്ങിയത് എന്നാണ്, ആക്രമിക്കപ്പെട്ടത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഹൂതി ഭീകരർ മാത്രമാണ് ഈ ആക്രമിക്കപ്പെട്ട കപ്പൽ മുങ്ങിയെന്ന ഒരു സൂചന നൽകുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘർഷം കലുഷിതമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതായത് കപ്പൽ മുങ്ങി എന്ന വാർത്തയും പുറത്തു വരുന്നത്. തീർച്ചയായും വലിയ തോതിലുള്ള ഒരു ആക്രമണം ഹൂതി ഭീകരർക്ക് നേരെ ഉടൻ തന്നെ, വൈകാതെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുമുണ്ട്.